ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കുന്നു. മഴയൊക്കെയാണ്, എല്ലാവരും സേഫ് ആയിട്ട് അലേർട്ട് ആയിട്ട് ഇരിക്കുക. ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല, മഴയൊക്കെ ഒന്ന് മാറി വെയിലൊക്കെയാണ്. അപ്പോൾ എല്ലാവരും പറ്റുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹെൽപ്പ് ചെയ്തിട്ട് ഇരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ആയിക്കോട്ടെ, സ്കിൻ റിലേറ്റഡ് എന്ത് വീഡിയോ ഇട്ടാലും അതിൽ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ചെയ്തൊരു കാര്യമാണ് എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ ഒന്ന് ഷെയർ ചെയ്യാവോ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്ക് ഞാൻ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ അത് പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീനാണ്. ഞാൻ ഇപ്പോൾ ഫോളോ ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത്. ഓൾസോ ഞാൻ അതിൽ എൻ്റെ പിമ്പിൾസ് ടൈമിൽ എങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നതെന്നും കൂടെ മെൻഷൻ ചെയ്യാം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും, അതുകൊണ്ട് ഫുൾ ഇരുന്ന് കാണാൻ ശ്രമിക്കാം. ആദ്യം ഞാൻ എൻ്റെ ഹെയർ ഒക്കെ നന്നായിട്ട് കെട്ടി വെച്ചു. ഇനി നമുക്ക് ക്ലെൻസ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അഹാഗ്ലോ എസ് സാലിസിലിക് ആസിഡ് വിത്ത് ഗ്ലൈക്കോളിക് ആസിഡ് വരുന്ന ഫോമിംഗ് ഫേസ് വാഷ് ആണ്. ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നേ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യണം. അതാണ് ഞാൻ നന്നായിട്ട് തന്നെ ഷെയ്ക്ക് ചെയ്തത്. ദെൻ ഇതൊരു ഫോം ബേസ് ആയതുകൊണ്ട് തന്നെ യൂസ് ചെയ്യാൻ നല്ല എളുപ്പമാണ് കേട്ടോ. ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഫോം എടുത്തത്. ശരിക്കും ഇത്രയും ഫോമിൻ്റെ ആവശ്യമില്ലായിരുന്നു. മുഖം നനച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. ഒരു 20 to 30 സെക്കൻഡ്സ് വരെ ഞാനിത് ഫേസിൽ നന്നായിട്ടൊന്ന് ഇങ്ങനെ മസാജ് ചെയ്ത്, അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ തിരിച്ച് വാഷ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നതാണ്. എൻ്റെ പിമ്പിൾസ് മാറുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ഒരു മേജർ റോള് ചെയ്തിട്ടുള്ള ഒരു ഐറ്റം ആണിത്. അപ്പോൾ എനിവേ ഇത് നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്ത് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് ചെയ്യാൻ പോകുന്നത് ടോണറാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബഞ്ചാറാസിൻ്റെ റോസ് വാട്ടർ ആണ് കേട്ടോ. എൻ്റെ സ്കിന്ന് കുറച്ച് സെൻസിറ്റീവ് ആയതുകൊണ്ടാണ് ഞാൻ റോസ് വാട്ടർ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ടോണർ വേണമെങ്കിലും നിങ്ങളുടെ സ്കിന്നിന് അനുസരിച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിതൊരു സ്പ്രേ ബോട്ടിലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ സ്പ്രേ ചെയ്യുമ്പോൾ ഫേസ് എല്ലാവിടെ എത്തുകയും ചെയ്യും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഞാൻ ഉണക്കില്ല, ജസ്റ്റ് കുറച്ചൊന്ന് ഡാബ് ചെയ്ത് നനവോടെ തന്നെ വെക്കും. അതിനുശേഷമാണ് ഞാൻ മോയ്സ്ചറൈസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ മോയ്സ്ചറൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിൽ എപ്പോഴും ഒരു നനവ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഞാൻ മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യുന്നത് ബയോഡെർമയുടെ ആർട്ടോഡം ക്രീം അൾട്ര എന്ന് പറഞ്ഞിട്ടുള്ള മോയ്സ്ചറൈസറാണ്. ഇത് എനിക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നതാണ് കേട്ടോ. ഇത് നോർമൽ ടു ഡ്രൈ സെൻസിറ്റീവ് സ്കിന്നിന് പറ്റുന്നതാണ്. പിന്നെ ഞാൻ ഓയിലി സ്കിന്നായി ഞാനിത് യൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആവും. ഏതെങ്കിലും പ്രൊഡക്റ്റ് ചിലപ്പോൾ വർക്കാവില്ല. അപ്പോൾ അങ്ങനത്തെ സ്കിന്നുകാർക്ക് ഇത് ഇച്ചിരി ഓയിലി എഫക്റ്റ്നെസ് ഉണ്ടെങ്കിലും ഭയങ്കര സൂപ്പറായിട്ട് വർക്കാവുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റാണ്. കുറച്ച് ഓയിൽനെസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വേറെ നമ്മുടെ സ്കിന്നിന് ഒരു തരത്തിലുള്ള ഇറിറ്റേഷൻസും കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് സേഫ് ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാനിതിപ്പോൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു ഓയിൽ എഫക്റ്റ് ഫേസിന് തരുന്നുണ്ട്. അപ്പോൾ ഞാനത് ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത്, ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓയിൽ എഫക്റ്റ് മാറും. ഇപ്പോൾ നിങ്ങൾ സ്കിൻ കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളാണ്, നിങ്ങൾക്ക് നല്ല മോയ്സ്ചറൈസർ ഏതാണെന്ന് അറിയുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒരു അലോവേര ജെല്ല് യൂസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അത് നല്ലതാണ്. അപ്പോൾ ഇപ്പോൾ ഞാനിത് ഫേസ് ഒന്ന് ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു സെറം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എസൻസ് യൂസ് ചെയ്യുക. ഇപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഷീക്ക് ന്യൂട്രിക്സിൻ്റെ ഔട്ട്ഷൈൻ ഫേസ് സെറമാണ്. ഇത് കുറച്ച് നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സെറമാണ്. നല്ല സെറമാണ് കേട്ടോ. ഫേസ് നല്ല ഗ്ലോയിങ് ആൻഡ് ഒരു പ്ലംപ്നെസ് എഫക്റ്റ് കിട്ടുന്ന ഒരു സെറമാണ്. എനിക്കിഷ്ടമാണ്. ഇത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നതല്ല, ഒന്നരാടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫേസിന് ഒരു ഡൾനെസ് ഫീൽ ചെയ്യുന്ന സമയത്താണ് ഞാനിത് യൂസ് ചെയ്യാറ്. നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഇത് ഞാൻ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത് നല്ല രീതിക്ക് തന്നെ ഒരു മസാജാണ് ഫേസിൽ കൊടുക്കാറ്. നെറ്റിയിലും കവിളിലും അതുപോലെ അവിടെയൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഒരു ലിപ് ബാമാണ്. ഇത് ഡീകൺസ്ട്രക്റ്റിൻ്റെ ലിപ് ബാമാണ്. സൂപ്പർ ലിപ് ബാമാണ്. അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. സെക്കൻഡ് ബോട്ടിൽ മേടിക്കാൻ സമയമായി. ഇതിനൊരു വൈറ്റ് കളറാണുള്ളത്. അത് മാത്രമാണ് എനിക്ക് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ഫീൽ ചെയ്തത്. വേറെ കളറിൽ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയാൻ പാടില്ല. കാരണം നമുക്ക് ഇത് മാത്രം അപ്ലൈ ചെയ്ത് പുറത്ത് പോകാൻ പറ്റില്ല. കാരണം ചുണ്ടിനൊരു വൈറ്റ് കളർ ഫീൽ ചെയ്യും. അതർവൈസ് ഇതൊരു സൂപ്പർ പ്രൊഡക്റ്റാണ്. നമ്മുടെ ലിപ്പിലെ പിഗ്മെൻറ്റേഷൻ, ഡാർക്ക്നെസ്, ഡ്രൈനെസ് എല്ലാം നന്നായിട്ട് മാറുന്നതിന് വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എപ്പിഡോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്രീമാണ്. ഇതെൻ്റെ സ്കിൻ കെയർ റൂട്ടീനിൽ വരുന്ന ഒരു ഐറ്റം അല്ല. ഇന്ന് യൂസ് ചെയ്യുന്നത്
ചെയ്യുന്നത് കൊണ്ട് ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ. ഇതെൻ്റെ പിമ്പിൾസ് മാറുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതെൻ്റെ ഫേസിൽ ഒരു ചെറിയ ചെറിയ പിമ്പിൾസ് വന്നിരിപ്പുണ്ട്. അപ്പോൾ അതിൽ മാത്രം ജസ്റ്റ് ഒന്ന് ഡോട്ട് ചെയ്ത് കൊടുക്കുകയാണ് രാവിലെ. അപ്പോൾ അതൊന്ന് ഡോട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇത് സ്കിൻ കെയർ റൂട്ടീനിൽ വരുന്ന കാര്യമല്ല, ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ. ഒത്തിരി പേര് ഇത് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മേടിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞു. സോ അങ്ങനെയൊന്നും ചെയ്യരുത്, പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഫൈനൽ ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. പക്ഷേ റീസെൻ്റ്ലി എൻ്റെ ഡോക്ടർ എന്നോട് പറഞ്ഞിരിക്കുകയാണ് സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാൻ. അതിന് കുറച്ച് റീസൺസ് ഉണ്ടായിരുന്നു. കാരണം എല്ലാ സൺസ്ക്രീനും എൻ്റെ ഫേസിൽ കറക്റ്റായിട്ട് വർക്കാവുന്നില്ല. എൻ്റെ നല്ല ആരുടെ സ്കിന്നിലായാലും ഈ സ്റ്റെപ്പിലുള്ള ഏത് പ്രൊഡക്റ്റുകളും അത് വില കൂടിയതാവട്ടെ കുറഞ്ഞതാവട്ടെ കറക്റ്റ് രീതിയിൽ വർക്കാവണമെന്നില്ല. നമ്മളത് യൂസ് ചെയ്ത് തന്നെ നോക്കണം. അപ്പോൾ ഞാൻ എൻ്റെ പിമ്പിൾസ് മാറുന്ന സമയത്ത് VLCCയുടെ സൺസ്ക്രീൻ ആയിരുന്നു. അതിനുശേഷം ഞാൻ UV ഡോക്സിൻ്റെ സൺസ്ക്രീൻ യൂസ് ചെയ്തായിരുന്നു. ഇപ്പോൾ ഞാൻ മമ്മാരത്തിൻ്റെ വിറ്റാമിൻ C സൺസ്ക്രീനാണ് അപ്ലൈ ചെയ്തത്. ഇത് കുഴപ്പമില്ലാത്ത സൺസ്ക്രീനുകളാണ് മൂന്നും. പക്ഷേ നമ്മൾ നമ്മുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. നല്ലോണം കവറേജ് തരുന്ന അത്യാവശ്യം നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന സൺസ്ക്രീൻ യൂസ് ചെയ്യാനും ശ്രമിക്കുക കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊരു സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ക്ലെൻസ് ചെയ്യുന്നത് മോയ്സ്ചറൈസ് ചെയ്യുന്നത് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് സ്കിപ്പ് ചെയ്യാതെ ചെയ്യണം. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ കെയർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞാൽ മോർണിംഗ് എൻ്റെ സ്കിന്ന് നല്ല ഹെൽത്തി ആൻഡ് ഒരു ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാറുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, ചിലവർക്ക് ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.